നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ ചാലഞ്ച്? എല്ലാം കൂടി എടുത്തൊരു പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സമഗ്രത എടുക്കാനുള്ള ശേഷി പഞ്ചായത്തിനും ഇല്ല, നമുക്കും ഉണ്ടാവണമെന്നില്ല. ഏക്കറണക്കിന് സ്ഥലമല്ല, പാട്ടത്തിനെടുത്താലും 25 സെന്റ് 50 സെന്റ് സ്ഥലത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളത് ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിരിക്കുമെന്ന്. നമ്മളൊരു സമഗ്ര വികസനത്തിനുള്ള പരിപാടി ഉണ്ടാക്കിയ ശേഷം ഇടപെടൽ എന്നൊരു സമീപനം അല്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആവരുത്. നമുക്ക് അത്തരത്തിലുള്ള സമഗ്ര സമീപനം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ അവതരിപ്പിച്ചത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇന്നത്തെ ഒരു ധാരണ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സമയമെടുക്കും. പക്ഷെ അതിനിടയിൽ പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. എന്ത് പരിമിതി ഉണ്ടെങ്കിലും ഏതാനും പഞ്ചായത്തുകളിൽ നമ്മുടെ ഈ സമഗ്ര കാഴ്ചപ്പാടനുസരിച്ചുള്ള കാര്യം ചെയ്യാൻ പറ്റുമോ? ഈ സന്ദർഭം ഇപ്പം അതിനനുയോജ്യമല്ല. അടുത്ത വർഷത്തെ ഇലക്ഷനിലേക്കായിരിക്കും ഇവരുടെ എല്ലാം ചിന്ത. ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു ഗുണഫലം തരാത്ത വലിയൊരു പദ്ധതിയിലേക്ക് പോകുന്നതിന് ജനപ്രതിനിധികൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സമിതികൾ നിലവിൽ വരുമ്പോൾ നമ്മുടെ തയ്യാറെടുപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയും. അതിനിടയിൽ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളതും ഒരുപക്ഷെ സർക്കാർ തന്നെ മുൻകൈ എടുക്കാൻ പോകുന്ന 1 2 മേഖലകളിൽ നമുക്ക് നമ്മുടെ സർവശക്തി ഉപയോഗിച്ച് ഇടപെടാൻ പറ്റൂ. ഉദാഹരണത്തിന് ശുചിത്വം. ഇനിയിപ്പോ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ലല്ലോ. ഒരു വലിയ പരിധി വരെ എത്തിയിട്ടുണ്ട്, മാതൃകകളുണ്ട്. ഇനിയിപ്പോ സംസ്ഥാനം മുഴുവനൊന്നും ഏറ്റെടുത്തില്ലെങ്കിലും ഒരു 250 പഞ്ചായത്തിൽ 500 പഞ്ചായത്തിൽ യെസ് നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്നതിന് തടസ്സം എന്താ? അതാണൊന്ന്. 2, വിദ്യാഭ്യാസ മേഖലയില് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അത് തിരുത്താനുള്ള വലിയ ശ്രമമാണ്. എന്താ വേവലാതി? ഗുണനിലവാരം ഉയരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ പല രൂപത്തിൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രക്ഷാകർത്താക്കളുടെ വേവലാതിയാണെന്ന്. ഇന്ന് എല്ലാ സൗകര്യവും ഉണ്ട്, ഇതില്ല. നമുക്ക് ഇടപെടാൻ പറ്റും. ഒരു വലിയ ക്യാമ്പയിൻ രൂപത്തിൽ ഇനി സർവ സ്കൂളും പറ്റിയില്ലെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 1000 സ്കൂള് നമ്മൾ മറികടക്കും. അതിനെല്ലാം കർമ്മ പരിപാടി നമുക്ക് ഉണ്ടാക്കല്ലോ വലിയ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ. ഒറ്റക്കല്ല, അധ്യാപക സംഘടനകളും എല്ലാം കൂട്ടിച്ചേർന്നിട്ടുണ്ട്. ഞാൻ വേറെ കാര്യങ്ങളിലേക്ക് പോകണില്ല. ഒരുപക്ഷെ പിന്നെ പാലിയേറ്റീവ് കെയർ നമ്മുടെ ഒരു വലിയൊരു മേഖലയായിട്ട് വന്നിട്ടില്ല. ഇവ രണ്ടും ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. രണ്ടാമത്തേത് ഇടപെടല്. എല്ലാം കൂടി എടുത്തൊരു പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സമഗ്രത എടുക്കാനുള്ള ശേഷി പഞ്ചായത്തിനും ഇല്ല, നമുക്കും ഉണ്ടാവണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം MP കണ്ടപ്പോ MP പുതിയ പുസ്തകം പറഞ്ഞതിനിടയ്ക്ക് MP ചോദിച്ചു, ഇപ്പൊ എവിടെ ഇട്ടോ ഇങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു പഞ്ചായത്ത്?
ഞാനും എനിക്കൊന്നും പറയാൻ ഉണ്ടായില്ല. ഹ, ഏത് പഞ്ചായത്തിന്റെ പേര് പറഞ്ഞാലും അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു മയ്യിലുണ്ട്. അപ്പൊ MP ഇത് നോക്കിക്കഴിഞ്ഞിരിക്കണു. നമ്മുടെ ജനാർദ്ദനോട് MP ചോദിച്ചു ആ കണക്കൊക്കെ തരാനായിട്ട്. അപ്പൊ ജനാർദ്ദന് ഇപ്പൊ പ്രത്യേകിച്ച് കണക്കെടുക്കാൻ പറ്റിയില്ലെന്നാ MP പറയണേ. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? നമ്മുടെയൊക്കെ സംഘടനയുടെ ഒരു ജില്ലയിലെയും പ്രാപ്തി വ്യത്യസ്തമാണ്. താല്പര്യമുള്ളവരുടെ സ്വഭാവവും വ്യത്യസ്ത താല്പര്യങ്ങൾ. ചിലർക്ക് വിദ്യാഭ്യാസം, ചിലർക്ക് കൃഷി, ചിലർക്ക് വേറൊന്ന്. അങ്ങനെ ഓരോ സ്ഥലത്തും താല്പര്യങ്ങൾ, അഭിരുചിയും പ്രാപ്തിയും വ്യത്യസ്തമാണ്. പഞ്ചായത്തുകൾക്ക് ഇപ്പോ സമഗ്രമൊന്നും എടുത്തില്ലെങ്കിലും ചിലപ്പോൾ ഏതാനും പഞ്ചായത്ത് കൃഷി അത് ചെയ്യാം. അവിടുത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാരന് അങ്ങനെ ഒരു താല്പര്യം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടും ചിലപ്പോൾ വിദ്യാഭ്യാസത്തിലായിരിക്കും. നമ്മുടെ സമഗ്ര പരിപാടി ഇവിടെ രൂപം നൽകുന്നതിൽ നിന്നേ ഇപ്പൊ ഈ യോഗത്തിൽ വെച്ചല്ലെങ്കിലും അടുത്ത സംഘടനാ യോഗത്തിൽ ഓരോ ജില്ലയിലും ഇതിലെ ഓരോ ഇനങ്ങള് ഏത് പഞ്ചായത്തിൽ ട്രൈ ചെയ്യും എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്കും അത് കൂട്ടിവെച്ചാൽ സമഗ്രമായ ഇടപെടൽ എങ്ങനെ എന്നുള്ളതിന് വളരെ കൃത്യമായ രൂപരേഖ ഉണ്ടാവും. അപ്പൊ ഒരു സമഗ്ര പരിപാടി ഒരു പഞ്ചായത്ത് എടുത്ത് ചെയ്യലല്ല, നടക്കില്ലെന്ന് നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ കഴിവ് അറിയാലോ. അപ്പൊ ഇതാണ് എല്ലാ ജില്ലയിലും ഒരു സ്കൂളോ ഒരു പഞ്ചായത്തിലെ വിദ്യാഭ്യാസം ഉണ്ടാവും. 1-2 ജില്ലകളിൽ നമ്മൾ ആരോഗ്യം എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്ന് എടുത്തിട്ടുണ്ടാവും. അത് ചെയ്തതൊന്ന് ഡോക്യുമെന്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമഗ്ര പരിപാടിക്ക് നല്ലൊരു ആക്ഷൻ പ്രോഗ്രാം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഴയകാല അനുഭവങ്ങളും നമുക്ക് പറയുകയും ചെയ്യാം. അങ്ങനത്തെ നല്ലൊരു പുസ്തകം നമുക്ക് ഹാൻഡ് ബുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞാൽ വലിയൊരു സംഭാവനയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമഗ്ര പരിപാടിയിൽ കൂട്ടിച്ചേർക്കാനുള്ള ചില കാര്യങ്ങൾ പറയാം. ആദ്യം കൃഷി. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ ചാലഞ്ച്? ഉൽപാദനക്ഷമത 3-4 മടങ്ങ് കൂടണോ? സിമ്പിൾ. അല്ലെങ്കിൽ കൃഷി നിൽക്കത്തില്ല. കൃഷി നമ്മുടെ ഒരു വികാരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുമോ രീതിയിൽ ഉണ്ടല്ലോ, അച്ചീവ്ഡ് ആയിട്ടുള്ള ഉണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. ആധുനിക ശാസ്ത്ര സങ്കേതങ്ങള് എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളത് ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിരിക്കുമെന്ന്. അതിന് ഹൈ പ്രിസിഷൻ ഫാമിംഗ് ഈസ് പ്രൂവ്ഡ് 5 times 6 times പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. ഏക്കറിനൊക്കെ സ്ഥലമല്ല, പാട്ടത്തിനെടുത്താലും 25 സെന്റ് 50 സെന്റ് സ്ഥലത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. സോ ദാറ്റ് ഹാസ് ടു കം ഇൻ കൃഷിയിൽ. അല്ല നമ്മൾ കേരളത്തിന്റെ സമ്പത്ത് പറഞ്ഞാലും പോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ പോരാ. ഇതാണ് ചലഞ്ച്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ എങ്ങനെ സന്വേഷിപ്പിക്കാം. ഇവിടെ വേറെ ആൾക്കാരുണ്ടാവും, ഐ ഡോണ്ട് നോ, ബട്ട് ദാറ്റ് ഇസ് ദ ചലഞ്ച്. അല്ല കൃഷി നിൽക്കത്തില്ല. അത് നെല്ലിലായാലും എന്തിനാ മെക്കോങ് ഡെൽറ്റയില് നമ്മുടെക്കാൾ 3 ഇരട്ടി ഉൽപാദനക്ഷമത വരേണ്ട കാര്യം എന്താ? 3 മടങ്ങ്. സോ ദാറ്റ് ഹാസ് ടു ബി. അപ്പൊ യന്ത്രവൽക്കരണം മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളത് കൂടി. വ്യവസായം. ഇവിടെ ഹൗ ടു അപ്ഗ്രേഡ് ദ ടെക്നോളജി. നമ്മളൊരു കാലത്ത് നാടിന് ചേർന്ന സാങ്കേതിക വിദ്യയായിരുന്നു നമ്മുടെ നിലപാട്. നൗ ദാറ്റ് ഇസ് നോട്ട് റെലവന്റ്. പക്ഷെ ഗ്ലോബൽ മാർക്കറ്റാണ്, യു ഹാവ് ടു കോമ്പീറ്റ് ഇൻ ദ മാർക്കറ്റ്. നമ്മുടെ നാടിന് വന്നിട്ട് കാര്യമില്ല, തുറന്നുപോയി. സോ കോമ്പറ്റിറ്റീവായിട്ടുള്ള എങ്ങനെ നിലവിലുള്ള
വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാം ടെക്നോളജിക്കലി. ദാറ്റ് ഇസ് എ ചലഞ്ച് ഫോർ സയൻസ് മൂവ്മെന്റ്. നമ്മളൊരു പഞ്ചായത്ത് എടുക്കുന്നു, എല്ലാവരെയും പഠിച്ചു കഴിഞ്ഞിട്ട് ഇതെങ്ങനെ മെച്ചപ്പെടുത്താം, ഇതിലെന്ത് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇത്ര പ്രൊഡക്ടിവിറ്റി വർധനവ് വരും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കൊടുത്ത ലോക്കൽ കോപ്പറേറ്റീവായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പണം കൊടുക്കാൻ പറ്റുമോ? ഓറൽസ് പുതിയ തൊഴിലുകൾ പുറത്തു പോകാനല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ വിദേശത്തു നിന്നും മറ്റൊന്നുമുള്ള തൊഴിലുകൾ നമുക്കിവിടെ ബക്നിയർ ഹോം സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇപ്പോൾ എന്താ വരുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിൽ 4 ഇയർ അതിലെ തൊഴിലുമായിട്ട് ബന്ധിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചതല്ലാതെ ഈ അധ്യാപകരെ കൊണ്ടുപറ്റുമോ കോളേജിലുള്ള? നോട്ട് ഇൻട്രസ്റ്റഡ്. ഇതെങ്ങനെ ചെയ്യാവുന്നൊരു 10 കോളേജ് നമുക്ക് അവിടുത്തെ അധ്യാപകർ എല്ലായിടത്തും പറ്റൂല കേട്ടാ. ഒരു പറ്റുന്ന ഒരു ചിന്തയൊക്കെ ഉള്ള അധ്യാപകരുമായിട്ട് ചേർന്നിട്ട് എന്നിട്ട് ആ കുട്ടികളെ അത് കോഴ്സ് കഴിയുമ്പോഴത്തേനും അവരെ ആക്കാം. എത്ര ഇങ്ങനെയുള്ള നിങ്ങൾ ഇത് പഠിക്കൂ, പഠിച്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞ എത്ര കോഴ്സുകൾ ഉണ്ടെന്ന് അറിയാം, നമുക്കറിയാം. ഏറ്റവും അവസാനം ഏരിയ പറഞ്ഞത് മസായി കാൺപൂർ IIT-ക്കാര്, നിങ്ങൾ പഠിത്തം തീർന്നാൽ 11 മാസം കുട്ടി 11 മാസം അല്ല 6 മാസം 11 മണിക്കൂർ പഠിക്കാൻ തയ്യാറാണ്. ഒരു പൈസ കൊടുക്കണ്ട, ജോലി കിട്ടിയ കൊടുത്ത. എത്ര ജോലി? 2 ലക്ഷം 3 ലക്ഷം രൂപ. ആ റിഗ്രസ് ട്രെയിനിങ്ങാ കൊടുക്കണേ. ഇതാണ് ഇന്ന് റിയാലിറ്റി. അതിൽ നമ്മളെങ്ങനെ ഇടപെടാം? നമ്മുടെ ഈ റീസ്ട്രക്ചറിങ് ഉന്നത വിദ്യാഭ്യാസത്തെ ഈ തൊഴിലുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം? ജസ്റ്റ് 2-3 ഇൻസ്റ്റൻസ് കൂടി. നമ്മൾ അവസാനത്തെ ഇങ്ങനെ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നത് ചില ഓപ്റ്റിമൈസിങ് കണ്ടീഷൻസ് ഉണ്ട്. ജീവിത ഗുണത, കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാം, ഇൻക്ലൂസീവ് ആവാം. അത് തന്നെ നമുക്ക് വേണ്ട അപ്രോച്ച്. അതിൽ ചേർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്, സെക്യുലർ ആൻഡ് പ്രോഗ്രസീവ് കൾച്ചർ. കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് താഴത്തു നിന്നും അല്ല കേട്ടോ. നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്ന പുരോഗമന കാഴ്ചപ്പാടൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രബോധം, ഇത് നമ്മുടെ പ്രാദേശിക ആസൂത്രണത്തിലെ ഏറ്റവും വലിയ ചലഞ്ചുകളൊന്നാണ്. ഇന്നത്തെ ഇന്ത്യയിൽ നമ്മളെങ്ങനെ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളുടെ സംസ്കാരവും കാഴ്ചപ്പാടും നമുക്ക് ഇതുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാം. നമ്മുടെ പാരിസ്ഥിതികം പറയുമ്പോൾ കാർബൺ ഫുട് പ്രിന്റ് ഫൈൻ കുറയ്ക്കാനുള്ള കൺസെപ്ച്വലി റൈറ്റ്. പക്ഷെ ഇപ്പോ കേരളത്തിൽ നടന്ന പുതിയ കാര്യങ്ങൾ എന്താ? എത്ര ഗുണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് എല്ലാവരും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10-200 എണ്ണം ചിലപ്പോ നന്നായിട്ട് പറയാൻ പറ്റും, കൊള്ളാവുന്നുണ്ടാവും. വേറെ അതർ റിപ്പോർട്ട്സ് ഞാൻ ഇപ്പോൾ പമ്പ ആക്ഷൻ ഏരിയയിൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹ്യൂജ് നമ്പർ ഓഫ് റിപ്പോർട്ട്സ്. കേരളത്തില് ഒരു നദീതടത്തിന് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും, ആക്ഷൻ പ്ലാൻ. പമ്പ വേണ്ട, പമ്പഞ്ഞ് ഭയങ്കര വലുതാണ്, നമ്മൾ പോയി അവിടെ സംഘവും ഉണ്ടാവണമെന്നില്ല. മലബാറിൽ ഏതെങ്കിലും നദി എടുത്തിട്ട് അതിന്റെ നദീതടത്തിന് ടോട്ടൽ പ്ലാൻ. ആ നദി വൃത്തിയായിരിക്കും, അതിന്റെ ചെറു നീർത്തടങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യും. അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ഡൺ ഇൻ കേരള. ഇപ്പൊ ശ്രീമാർ പറഞ്ഞ നദിയുടെ ആക്ഷൻ പ്ലാൻ അല്ല കേട്ടോ, ദാറ്റ് ഇസ് നോട്ട് ആക്ഷൻ പ്ലാൻ. ചെയ്യേണ്ടത് എങ്ങനെ അതിലേക്ക് ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒരു ചെറിയ നദീതടം എടുത്ത് വെച്ചാൽ മതി, വലുത് വേണ്ട. അത് നമുക്ക്
പൊക്കാൻ പറ്റുന്ന സ്ഥലം നമ്മൾ നോക്കി വെച്ചാൽ മതി. ജെൻഡർ, ദാറ്റ് ഇസ് ജെൻഡർ ജസ്റ്റിസ്. പക്ഷേ നമ്മുടെ പരിപാടിയിൽ കുടുംബശ്രീ പ്രധാനപ്പെട്ടതായിട്ട് വന്നു. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് അവൈലബിൾ. മോശമായിക്കൊണ്ടിരിക്കുക. ഞാനതിൽ ഇടക്കിടക്ക് പോണോണ്ട് നന്നായിട്ട് അറിയാം. ബിക്കം മോളിൽ നിന്നുള്ള മിഷന്റെ ബ്യൂറോക്രാറ്റ്സും കാര്യങ്ങളും അത് ഈ അക്കൗണ്ടന്റ് മറ്റേ പെറ്റി തീവിങ് ഒക്കെ നടക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ട് മുകളിലല്ല കേട്ടോ, അവിടെ അല്ല, താഴെ. ഞാനിത് പറഞ്ഞതെന്നറിയാം, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ, ഏറ്റവും നമ്മളെ അലോസരപ്പെടുത്തുന്നത് സ്ത്രീകൾക്കെതിരെ അതിക്രമമില്ലെന്ന്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അതിക്രമം നടക്കുന്ന സംസ്ഥാനം കേരളം എന്നുള്ളത് നമ്മൾക്ക് നാണക്കേടുണ്ടാക്കുന്നുണ്ട്. എന്താ നമ്മുടെ കടമ? ജെൻഡർ റിസോഴ്സ് സെന്റർ ഈ ഒരു ക്രൈം മാപ്പിംഗ്, ബിക്കോസ് അതിന്റെ ടെക്നോളജി മെത്തഡോളജി നമുക്ക് അറിയാം. അത് എവിടെ കുടുംബശ്രീയും പഞ്ചായത്തും തയ്യാറാവണോ, കുറച്ച് വനിതാ ജനപ്രതിനിധികൾ കൊള്ളാവുന്നവരുണ്ട്, എടുക്കാൻ തയ്യാറാണോ? അതിക്രമത്തെ എങ്ങനെ ഇല്ലാതാക്കാം? ദാറ്റ് ഷുഡ് ബി ദ ടാർഗറ്റ്. അപ്പൊ നമ്മൾ ചർച്ച വളരെ പ്രധാനപ്പെട്ടത്, ഇങ്ങനെ പലതും നമുക്ക് കൂട്ടിച്ചേർക്കാനാവും. ഒരുപക്ഷെ കുറച്ച് സമയം അതെടുത്തേക്കും, നമ്മൾ ഓരോ മേഖലയും പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വന്നേക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമുക്ക് ആക്ഷനിലേക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ശുചിത്വം അല്ലെങ്കിൽ സ്കൂള്. കേരളം മുഴുവൻ എടുക്കാൻ പറ്റിയില്ലെങ്കിലും സെലക്ട് 100, 200, 300 സ്കൂൾസ്, അല്ലെങ്കിൽ ഇത്രയും പഞ്ചായത്തിലെ ശുചിത്വം. അത് ക്യാമ്പയിൻ മോഡ്. ഈ ക്യാമ്പയിൻ അല്ലാതെ എല്ലാ ജില്ലയിലും നമ്മുടെ ടെൻഡറ്റീവായിട്ടുള്ള ഔട്ട്ലൈൻ വെച്ചിട്ട് ഇന്ന കാര്യം നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ ജില്ലയിൽ ചെയ്യാം. ദെൻ എല്ലാ ജില്ലകളും എടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്ലൈനിലുള്ള എല്ലാം എവിടെയെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. ദെൻ ഡോക്യുമെന്റ് ഇറ്റ് ആൻഡ് വി വിൽ ബി റെഡി ബൈ ഇലക്ഷൻസ് ആർ ഓവർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് നമ്മളിടപെടുന്നത്. ഇതെൻ്റെ അഭിപ്രായം. എനിക്ക്